വെറും 2 പല്ലേ ആയിട്ടുള്ളത് ക്ലിയർ ആയി കാണും. ഇതാണ് 2 പല്ലേ ഉള്ളൂ. 2 പല്ലിലുള്ള കടിഞ്ഞൂല് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാൽ അത്യാവശ്യം ഈട് നിൽക്കുന്ന പശുവാണ്. എത്ര ദിവസം ഉണ്ടാവും ഇത്? ഏകദേശം പ്രസവിക്കാൻ സ്മൂത്താ. എനിക്ക് തോന്നുന്നത് കാമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല ഡിസ്റ്റൻസിൽ നല്ല കാമ്പ. ഷുവറായിട്ട് ഞാൻ പറയണെങ്കിൽ നമ്മളിപ്പോ സൊസൈറ്റി തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു 43 രൂപ അല്ലെങ്കിൽ 42 രൂപ കിട്ടിയാൽ മതി. 20 ലിറ്റർ പാലിന് 840 രൂപ പെർ ഡേ വരും. അപ്പോഴും ഒരു 520 രൂപ നമുക്ക് സേവിങ്സ്. 500 രൂപ എന്തായാലും നമ്മൾ സ്വന്തം പണിയെടുക്കുകയാണെങ്കിൽ 500 രൂപ. ഇതിൽ വേറൊരു തീർച്ചയായും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 25+ പാലുൽപാദനമുള്ള നല്ല HF ഹൈബ്രിഡ് പശുക്കളെയാണ്. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഷീര ഡയറി ഫാമിലാണ്. ഇവിടെ 10 എണ്ണം വന്നുള്ളൂ. പക്ഷെ അതിൽ 5 എണ്ണം നിമിഷ നേരം കൊണ്ട് വിറ്റുപോയിട്ടുണ്ട്. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള, അത് മാത്രമല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പശുക്കളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫാമിൽ നിന്ന് നിങ്ങൾ പശുക്കളെ വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും സ്ഥിരം കാണാറുള്ള പോലെ നമുക്ക് ഈ ബാക്കി 5 പശുക്കളെ ഒന്ന് കാണാം. ഓക്കെ, നമസ്കാരം അശ്വതെ. നമസ്കാരം. ഇന്നിപ്പോ എത്ര പശുവിന് നമ്മൾ ഇറക്കിയിട്ടുണ്ട്? ഇന്ന് നമ്മളിപ്പോ 10 പശു. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 2-2:30 മണിക്കാണ് വന്നത്. 10 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 5 എണ്ണം ഇപ്പൊ കാണാനുള്ളത്. 10 എന്ന് 5 എണ്ണം ഇപ്പൊ കച്ചവടമായി. 5 എണ്ണത്തിൽ ഇപ്പൊ ഒരു 3 എണ്ണത്തോളം അവർ കൊണ്ടുപോയി. 2 എണ്ണം ഇപ്പൊ ആളുണ്ട് ഇവിടെ കൊണ്ടുപോകാനുള്ള റെഡിയിലായി നിൽക്കുകയാണ്. അതായത് വന്ന അപ്പൊ തന്നെ കച്ചവടമായി. അതെ, നമുക്ക് അത്രേ ഉള്ളൂ. ഒരാഴ്ചയിൽ ഒരു 10 എണ്ണം. അത്ര ക്വാളിറ്റി ഉള്ള പശുക്കളും കണ്ടറിയാം. നല്ല ആരോഗ്യമുള്ള ഹെൽത്തി. നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാം. വെറും 2 പല്ലേ ആയിട്ടുള്ളത് ക്ലിയർ ആയി കാണും. ഇതാണ് 2 പല്ലേ ഉള്ളൂ. 2 പല്ലിലുള്ള കടിഞ്ഞൂല് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാൽ അത്യാവശ്യം ഈട് നിൽക്കുന്ന പശുവാണ്. എത്ര ദിവസം ഉണ്ടാവും ഇത്? ഏകദേശം പ്രസവിക്കാൻ സ്മൂത്താ. ഒരു 10 ദിവസത്തിൽ പ്രസവിക്കും. അത്രേ ഉള്ളൂ. അവിടെ വന്ന് തൊട്ട് ആളെ തൊഴി അവലപ്പെടും? ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് തോന്നുന്നത് കാമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം നല്ല ഡിസ്റ്റൻസിൽ നല്ല കാമ്പാണ്. അതായത് ഇപ്പൊ കൈക്കറവ ആണെങ്കിലും മെഷീൻ കറവ ആണെങ്കിലും ഞാന് കൂടുതൽ മെഷീൻ കറവേന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഇവര് പാല് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് കറന്നെടുക്കണം. പശുക്കൾക്ക് ഇപ്പൊ എത്ര ലിറ്റർ ഒരു ഗ്യാരണ്ടി പറയാം? ഞാൻ ഷുവർ ആയിട്ട് 20 ലിറ്റർ ഗ്യാരണ്ടി പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. അതിന് മേലെ എത്ര വാങ്ങിച്ചാലും വരാം. അതിന് മേലെ എത്ര 20 ഞാൻ പറയുന്ന ഗ്യാരണ്ടി. അതിൽ കൂടുതൽ 28 വരെ വരാം. എങ്ങനെ വാങ്ങിച്ചാലും വരാം. പക്ഷെ ഞാൻ 20 പറയത്തുള്ളൂ. തീർച്ചയായും രണ്ടാമത്തെ പ്രസവത്തിന് 28 മേലെ എന്തായാലും ഒരു 8 ലിറ്ററിന്റെ പാലിന്റെ വ്യത്യാസം ഇങ്ങനെയുള്ള പശുക്കൾക്ക് നമ്മൾ നോക്കുന്ന തീറ്റ രീതിക്ക് അനുസരിച്ചിട്ട് ഷുവർ ആയിട്ട് അതിനുള്ള നമുക്ക് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പശുക്കളെ എടുക്കണം ഉള്ള കാര്യം? ഇപ്പൊ എന്താ എല്ലാം മൊത്തത്തിൽ എല്ലാരും ചിന്താഗതി ഇപ്പൊ മൊത്തത്തില് നഷ്ടമാണ്. പശുഫാം നഷ്ടത്തിലാണെന്നാണ്. ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഫാമുകാരെക്കാളും ഇപ്പൊ വീടുകളിൽ ഇപ്പൊ കൂടുതലായിട്ട് 1 പശു 2 പശു അങ്ങനെയുള്ളവരാണ് ഇപ്പൊ എന്നെ സമീപിക്കുന്നത്. അതായത് വീടുകളിലേക്ക് ഇങ്ങനെയുള്ള പശുക്കളും വളർത്തിയിട്ട് സാധാരണ രീതിക്ക് പോകുന്നതിനേക്കാളും ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ലെവലിലേക്ക് ആക്കി മാറ്റാന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അത് ബിസിനസ് ആയി തീർച്ചയായിട്ടും നമുക്കൊരു വരുമാന രീതി ആക്കാം. ഒരു വീട്ടിലേക്ക് ഒരു 500 രൂപ നമുക്ക് ഒരു പശുവിന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയൊരു ഇത്. നമ്മളിപ്പോ സൊസൈറ്റി തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു 43 രൂപ അല്ലെങ്കിൽ 42 രൂപ കിട്ടിയാൽ മതി. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. 42-43 രൂപ ഷുവറായിട്ട് നിങ്ങളുടെ പശുക്കളിൽ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. 42 രൂപ നമുക്ക് സൊസൈറ്റി കണക്കാക്കുകയാണെങ്കിൽ 20 ലിറ്റർ പാലിന് 840 രൂപ പെർ ഡേ വരും. അതിൽ തീറ്റ ഈ പെല്ലറ്റ് തീറ്റ നമ്മൾ 4 കിലോ വെച്ച് 8 കിലോനാണ് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 240 രൂപയാണ് അതിന്റെ ചെലവ് നമുക്ക് വരുന്നത്. അതുകൂടെ ഞാൻ കൊടുക്കുന്നത് ഇവിടെ സൈലേജ് ആണ്. പുല്ലുള്ളവരാണെങ്കിൽ ആ ചെലവില്ല. പുല്ലുള്ളവരാണെങ്കിൽ സൈലേജ് ആണെങ്കിൽ എക്സ്ട്രാ ഒരു 80 രൂപ. അപ്പൊ ഒരു 320 രൂപ. അപ്പോഴും ഒരു 520 രൂപ നമുക്ക് സേവിങ്സ്. 500 രൂപ എന്തായാലും നമ്മൾ സ്വന്തം പണിയെടുക്കുകയാണെങ്കിൽ 500 രൂപ. ഇതിൽ പശുക്കളിൽ തീർച്ചയായും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 20 ലിറ്റർ എന്നുള്ളത് 25 വരെയൊക്കെ ആവാം. അതുപോലെ തന്നെ മിനിമം ഒരു 4 to 5 മാസം വരെ ഷുവർ ആയിട്ട് ഇതിൽ നിന്ന് വലുതായിട്ട് പാലിന്റെ അളവിൽ കുറയത്തില്ല. നമ്മളിപ്പോ ജേഴ്സി പശുക്കളാണെങ്കിൽ 20 കറക്കുമായിരിക്കാം. ഒരു മാസം കഴിയുമ്പോഴും 18-17 അങ്ങനെ കമ്മിയായി വരും. പക്ഷെ ഇതൊരിക്കലും അങ്ങനെ പെട്ടെന്നുള്ള കമ്മിയാവൽ ഉണ്ടാവില്ല. ഒരു 5 മാസം നീണ്ട കറവേ
അത് കഴിഞ്ഞാലും നമുക്ക് നഷ്ടം വരാനൊന്നുമില്ല. നമ്മൾ ചെനക്ക് കുത്തി വെക്കുന്നു. വീണ്ടും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, എന്നാൽ കേൾക്കാത്തവരോട് കേട്ടോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മള് കുത്തി വെച്ചാലും വീണ്ടും 7 മാസം വരെ ചുരുങ്ങിയത് 12 to 13 ലിറ്റർ പാൽ അതിൽ നിന്ന് കിട്ടും. അപ്പോഴും നമുക്ക് നഷ്ടമില്ല ഇതില്. അതാണ് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്. ഉണ്ടാക്കണ്ട. അത് ജേഴ്സി പശു ആണെങ്കിൽ നമ്മള് ചെന കുത്തിവെച്ച് 2ാം മാസം മുതലേ അവർക്ക് അങ്ങോട്ട് ചെലവാക്കേണ്ട സിറ്റുവേഷൻ ആണ് കാണുക. അപ്പൊ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇതിപ്പോ എത്ര ദിവസം ബാക്കിയുണ്ട്? ഇനി ഇതിനുണ്ട് ഒരു 15 ദിവസം ഉണ്ട്. കുറച്ചുകൂടി ഒന്ന് അങ്ങോട്ട് വരാനുണ്ട്. ഇതൊക്കെ ഇറങ്ങാനുള്ള മടി ഇറങ്ങാനുള്ളതാണ്. ഒരു 15 ദിവസം വരാനുണ്ട്. ഇതും ഫസ്റ്റ് അല്ലേ? അതെ, ഇതും എല്ലാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ ഈ 3ഉം ഈ 4 ഫസ്റ്റ് ലാക്ടേഷൻ, 2, 4, 5 ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. 5 ഫസ്റ്റ് ലാക്ടേഷൻ. പിന്നെ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോ ഇവിടെ സെയിൽ ചെയ്തത് വന്നിട്ട് 1.20 മുതൽ 1.5 വരെ നമ്മള് കൊടുത്തിട്ടുണ്ട്. അതില് കുറവ് എന്തായാലും നമുക്ക് അത്ര 450 കിലോമീറ്റർ അല്ല, 1.5 മുതൽ 1.20 വരെ 1.20 വരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ തന്നെ വടകര നാദാപുരത്ത് നിന്ന് ഒരാള് വന്നിട്ടുണ്ട്. മൂപ്പർക്ക് പ്രസവിച്ച പശുവാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രസവിച്ച പശു മൂപ്പർക്ക് എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പശുവാണ്. നമ്മളിപ്പോ മൂപ്പര് തന്നെ കറന്നതാണ്. ഇപ്പൊ രാവിലെ ഒരു 800 9 ലിറ്ററിന്റെ അടുത്ത് മഞ്ഞപ്പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ഞപ്പാലല്ലേ? അതെ. പിന്നെ ഇവർക്ക് ഇപ്പൊ സൈലേജ് ആണോ കൊടുക്കുന്നത്? അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പൊ ഞാൻ തീറ്റ കൊടുത്ത് സൈലേജ് കുറച്ച് കഴിക്കും. ഇപ്പൊ ഫുള്ളായിട്ട് കഴിക്കൂല. ഇപ്പൊ അവരുന്ന് കറന്ന മഞ്ഞപ്പാലാണത്. മഞ്ഞപ്പാലാണല്ലേ? കുട്ടിക്ക് കൊടുക്കുന്നുണ്ടോ? കുട്ടിക്ക് കൊടുക്കും. ഞങ്ങൾ ബോട്ടിലാക്കിട്ടാ കുട്ടിക്ക് കൊടുക്കും. അത്യാവശ്യം മടിയുണ്ട്. പിന്നെ അതിന്റെ സ്കിൻ ക്വാളിറ്റി കണ്ടോളൂ, അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതാണ് ഇത്രയും വലിയുന്നുണ്ട്. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നാലും അവർക്ക് തീറ്റ എടുക്കുന്നതിനെ പിടിക്കുന്ന ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല. അതെ, ഇന്ന് രാവിലെ 2-2:30 മണിക്ക് എത്തിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500 കിലോമീറ്റർ യാത്ര. ഇന്നലെ 11:30 വണ്ടിയിൽ കയറ്റിയതാണ്. ഇന്ന് വെളുപ്പിന് 2 മണിക്കാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നാലും നമ്മൾ അതുകൊണ്ടാണ് കൂടുതൽ കടിഞ്ഞൂല് നമ്മൾ എടുത്തിട്ട് തന്നെ. അതുകൊണ്ടാണ് അവർ ഹെൽത്തി ആയിട്ട് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അത് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് 2ാമത്തെ ലാക്ടേഷനിലുള്ളതാണ്. അതെ അതെ. ഇതെന്താന്ന് വെച്ചാൽ ഇതെന്തായാലും 25 ലിറ്റർ പാല് ഷുവറായിട്ട് കറക്കും. അതെ, 15. അതെ അതെ, മടി വരുന്നുള്ളൂ. ഇത്രയും നമുക്ക് മടി വരാനുണ്ട്. ഇത് ചില ഫാമുകാര് ഇങ്ങനെയുള്ളത് വേണമെന്ന് പറയുമ്പോഴാണ് ഞാൻ കൂടുതൽ സെക്കൻഡിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവരാകുമ്പോൾ പ്രത്യേകത കാരണം ഈ മടിയുമ്പോ പിടിക്കുമ്പോ തൊഴിയോ അങ്ങനെ പ്രശ്നമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വീട്ടന്മാർക്ക് കൊണ്ടുപോയി തീർച്ചയായിട്ടും കുഴപ്പമില്ല. 1-2 ദിവസം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ മൂക്കയർ ഓടിച്ച് നോർമലി ചെയ്യുന്നതാണ്. സ്ഥിരമായിട്ട് നാടൻ പശുക്കളുടെ പോലത്തെ പ്രശ്നങ്ങൾ ഇതിനുണ്ടാവില്ല. അങ്ങനെ പ്രശ്നമില്ല. ഇതിന്റെ സ്കിന്നൊക്കെ കണ്ടോട്ടാ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്. നല്ല ആരോഗ്യമുള്ള, അതിന്റെ കുളമ്പും പിന്നെ വാലർക്കും ഒക്കെ കണ്ടറിയാം. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളതാണ്. പിന്നെ അതിന്റെ കാമ്പ് കണ്ടോട്ടാ, അതായത് കറക്കാൻ ബുദ്ധിമുട്ടുള്ള കാമ്പൊന്നും അല്ല. 10-15 ദിവസം ഉണ്ട്. ഇനി മടി ഒരുപാട് ഇറങ്ങാനുണ്ട്. ഫുള്ളായിട്ട് മടി ബാക്കിലോട്ട് നിറഞ്ഞു വരണം. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പശുക്കളെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഓൾറെഡി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മളിപ്പോ മാക്സിമം അഡ്വാൻസ് ഒന്നും നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയും ഇന്ന ദിവസം കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് പ്രസവിച്ച പശു വെച്ചാൽ അങ്ങനെ ഫസ്റ്റ് ആരെ വരുന്ന അവർക്ക് നമ്മൾ കൊടുക്കുന്ന രീതിക്ക് പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. വന്ന സമയത്ത് സാധനം ഉള്ളവർക്ക് നമ്മൾ ഉള്ള പോലെ കൊടുക്കും. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ചോദിച്ചോട്ടെ, പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എടപ്പറമ്പിൽ ഫാംസിന്റെ വീഡിയോ കണ്ടാ വന്നത്, അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നമുക്ക് മാക്സിമം നമ്മുടെ ഒരു പ്രോഫിറ്റിന് ഒരു ചെറിയൊരു ശതമാനം അവർക്ക് വേണ്ടി നമ്മൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റൊരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവിടെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് നിർത്തി അത്യാവശ്യം പശുവിനെ സെറ്റ് ചെയ്ത് തീറ്റ ചെലവും മെഡിസിൻ ചെലവും തരികയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു. അതായത് പശു ഒന്ന് സെറ്റ് ആവണം വരെ. അതെ, എല്ലാവർക്കും കുഴപ്പമില്ല. പലരും ഇപ്പൊ ഉള്ളവർക്ക് ഈ മാക്സിമം ഈ കടിഞ്ഞൂലിനൊന്നും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല, ഉണ്ടാവില്ല. ഇല്ല. എന്താന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് തന്നെ അറിയാം. ഇവിടുന്ന് കാണുമ്പോ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിലും കൂടുതൽ ആരും വെക്കുന്നില്ല. അവർക്ക് അറിയാം ക്വാളിറ്റി കാണുമ്പോ മാക്സിമം അവര് തന്നെ കൊണ്ടുപോകും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ലൊക്കേഷൻ ഒന്നും പറഞ്ഞേക്കാവോ? അത് നമ്മളിവിടെ പാലക്കാട് ടൗൺ തന്നെയാണ്. KSRTC ഏകദേശം ഒരു 4 കിലോമീറ്റർ. സ്ഥലപ്പേര് തിരുനെല്ലായി എന്നാണ്. ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. തൃശ്ശൂർ, എറണാകുളം ആ സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പൊ കണ്ണനൂരിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാലും ഇവിടെ 3.5 കിലോമീറ്ററിൽ നമുക്ക് ഇവിടെ